നമസ്കാരം. മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം. ജീവിതങ്ങളുടെ കഥ പറയുന്ന ഘർ വാപസി എന്ന മലയാള ഹ്രസ്വചിത്രം നിരവധി അവാർഡുകൾ വാരിക്കൂട്ടുകയാണ്. രാം പാർത്തൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഷാജി മോനാണ്. ആരാടാ സുനി? നിങ്ങളുടെ സ്ഥിരം കുറ്റി തന്നെ. നീ എവിടെ പോയടാ? ടൗണ് വരെ ഓട്ടം കിട്ടിയേ. നിന്റെ മേലെ എന്നാടി മണസോപ്പ് മണക്ക്? മണക്കോപ്പ് ഉള്ള ഉടുതുണിയും വേണ്ടെന്ന് വെക്കും. കമല പണ്ടേ ഈ ദേഹം വിട്ട് ഇറങ്ങിയോളാ. പാള ഒരു ചുമട് ജീവിതം. കുടിവെള്ളം ചുമന്ന് തലത്തഴമ്പ് വന്ന ഒരു സാധു ജീവി. പരമകാരുണ്യവാനായ തമ്പുരാന്റെ മെമ്മറിയിലല്ലാതെ പാള ഒരു മനുഷ്യജീവിയാണെന്നതിൻ്റെ ഒരു രേഖയും തിരിച്ചറിയൽ കാർഡായോ ആധാർ കാർഡായോ ഇല്ലെന്ന് മാത്രമല്ല, വോട്ടർ പട്ടികയിലോ ചുമന്ന റേഷൻ കാർഡിലോ സംഭവിക്കാറുള്ള മനഃപൂർവ്വമല്ലാത്ത ഒരു കൈപ്പിഴയായിട്ട് പോലും ഈ സാധു ഉൾപ്പെട്ടിട്ടില്ല. പാളയ്ക്ക് കൂട്ട് കലവും കലത്തിന് കൂട്ട് പാളയും മാത്രം. ഇത്രേ ഉള്ളൂടി. ഇതിന് മേലെ വേണമെങ്കിൽ ഞങ്ങൾ വേറെ ആളെ കൊണ്ടുവരുത്ത്. പെണ്ണായിട്ട് ഇറങ്ങിയ ഇരട്ടിക്കൂടി. ഏതൊരു മാതിരി പന്നി പാമ്പി കിടന്ന് നിരങ്ങുന്നവളുമാരെ പോലെ. ഓ പിന്നെ വലിയ ഉള്ളിയോട് ക്യൂ നിൽക്കുമല്ലേ. കടത്തിണ്ണെ കിടക്കുന്ന ചണ്ടികൾക്ക് ഈ കമലേ മതി. ഫോട്ടോടി. കമല നിൽപ്പ് സമരവും പാള ചുമടില്ലാത്ത നടപ്പ് സമരവും തള്ളി നീക്കുന്നതിനിടെ ഒരു പട്ടാപ്പകല്. ഇരുപത്തിമൂന്ന് മിനിറ്റ്
ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ഘർ വാപ്പസിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരുവിലെ ഇരുണ്ട ജീവിതങ്ങളുടെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ സംവിധായകൻ റാം ഭാരതനാണ് നമ്മളോടൊപ്പം മോർണിംഗ് റിപ്പോർട്ടറിൽ നിന്ന് ആതിഥേയമായിട്ടുള്ളത്. തെരുവിലെ ഇരുണ്ട ജീവിതങ്ങളുടെ കഥ പറയുന്ന ഘർ വാപ്പസി എന്ന മലയാള ഹ്രസ്വചിത്രം നിരവധി ചലച്ചിത്രമേളകളിൽ അവാർഡുകൾ വാരിക്കൂട്ടുകയാണ്. റാം ഭാരതൻ ഛായാഗ്രഹണവും രചനയും നിർവഹിച്ച ചിത്രം മുംബൈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ദാദാ ഫാൽക്കെ ഫിലിം ഫെസ്റ്റ് തുടങ്ങി മത്സരിച്ച 13ഓളം മേളകളിൽ മികച്ച ഹ്രസ്വ ചലച്ചിത്രത്തിനുള്ള അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. 23 മിനിറ്റ് ദൈർഘ്യമാണ് ഈ ചിത്രത്തിനുള്ളത്. ലൈംഗിക ചൂഷണത്തിനിരയായി തെരുവിലെത്തപ്പെടുന്ന കമല എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. കമലയായി നിഷയാണ് ചിത്രത്തിൽ വേഷമിടുന്നത്. സഫർ, ലിൻസ് എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അപ്പം ചിത്രത്തിന്റെ സംവിധായകൻ റാം ഭാരതനാണ് നമ്മളോടൊപ്പം ഇന്ന് മോർണിംഗ് റിപ്പോർട്ടിലുള്ളത്. സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടിലേക്ക്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം തിരഞ്ഞെടുക്കാൻ കാരണം? തെരുവിലെ 2 ഇരുണ്ട ജീവിതങ്ങളുടെ കഥയാണ് ഈ ഒരു ചിത്രത്തിൽ കൂടെ പറയുന്നത്. എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിയത്? നമസ്തേ. ഇത് പേജ് 7 ക്രിയേഷൻസിൻ്റെ ബാനറല്ലേ, ലിൻസ് പാലക്കുന്നത്ത് നിർമ്മിച്ച് ഞാൻ ഛായാഗ്രഹണവും സംവിധാനവും ചെയ്ത് TN ഷാജിമോൻ സ്ക്രിപ്റ്റ് ചെയ്ത 23 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇതിലാകെ 3 കഥാപാത്രങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഒന്ന്, അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്ത കമല, അമ്പിളിക്കുട്ടി എന്നറിയപ്പെടുന്ന പാള, അയൂബ് എന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളും ഓരോരോ സമൂഹത്തിലെ ഓരോരോ ആൾക്കാരെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. ചൂഷണത്തിന് വിധേയരാകുന്ന ഓരോരോ ആൾക്കാരെ, അതിൽ വിധേയരാകുന്ന ഒരാൾ, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരാൾ, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണ് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ ഇതിലൂടെ? ഈ ചിത്രത്തിലൂടെ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത്? ഇവിടിപ്പോ നമ്മുടെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും പരസ്പരം എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏത് വിധേനയും ഏത് രീതിയിലുമാകാം. അപ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ള ഓരോരോ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സിൽ മറ്റുള്ളവർ കൈകടത്തി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആരും പരസ്പരം ചൂഷണം ചെയ്യാതെ, ഓരോരുത്തരുടെയും അവകാശങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചൂഷണം ചെയ്യാതെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലും മുകൾത്തട്ടിലും ഇടത്തട്ടിലും എല്ലാവരും ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു അവകാശം. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇവിടെ ഇപ്പം എണ്ണം എടുക്കാണ്ടും ഇപ്പം ജനസംഖ്യയുടെ അനുപാതത്തിൽ എടുക്കാണ്ടും ഒക്കെ ജീവിക്കുന്ന തെരുവുകളിലും ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെ എല്ലാവരെയും നമ്മൾ ഓരോ വിധത്തിലും, ഇപ്പം സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്സ്, അങ്ങനെയുള്ള ഏത് രീതിയിലും എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചൂഷണം എന്ന് പറയുന്ന വാക്ക് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഏത് രീതിയിലാണോ അവർ ഉപയോഗപ്പെടുത്തുന്നത് അതിനെയാണ് ചൂഷണം എന്ന് ഉദ്ദേശിച്ചത്. അവരുടെ താല്പര്യങ്ങൾക്ക്, ഇപ്പോൾ ചിലപ്പോൾ അവരെ വെച്ചിട്ട് വേറെ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആ ചൂഷണം എന്ന് വിളിക്കാം. അങ്ങനെ ഏത് രീതിയിൽ ചൂഷണം ചെയ്യുന്നോ അവരെ നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക, അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ഈ സമൂഹത്തിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് അവരെ ഈ ഹ്രസ്വചിത്രം കൊണ്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ച മെസ്സേജ്, ഞാനും എൻ്റെ ടീമുകളും ഉദ്ദേശിച്ച മെസ്സേജ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഘർ വാപ്പസി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൂടാതെ ഇതിലെ തന്നെ ആ കമല എന്ന കഥാപാത്രം പറയുന്നുണ്ട്, സ്വന്തം ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഘർ വാപ്പസി എന്നൊരു പേര് ഈ ചിത്രത്തിന് നൽകാനുള്ള കാരണം? ഇത് ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ഫിലിം പോകുന്ന മേളകളിൽ, ഫിലിം ഫെസ്റ്റിവലുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ, ഞാനും എൻ്റെ ടീമുകളും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, ഈ ടൈറ്റിൽ തന്നെയാണ്. ഈ ടൈറ്റിലിൻ്റെ ഞാൻ ഫസ്റ്റ് ഒരു പ്രസ് മീറ്റിൽ ഞങ്ങൾ ഈ ഫിലിം അനൗൺസ് ചെയ്തപ്പോൾ അവിടുന്ന് പോലും ചോദിച്ചു, എന്താണ് ഈ ടൈറ്റിലിൻ്റെ ഒരു കാരണം, ഇതിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും രാഷ്ട്രീയപരമായി, കാരണം ഈ പേര് അങ്ങനെയുള്ള ഒരു ഇതായതുകൊണ്ട് രാഷ്ട്രീയപരമായി എന്തെങ്കിലും ആണോ? ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ ഘർ വാപ്പസി എന്ന ഒരു ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈഫിലേക്കുള്ള ഒരു മടങ്ങിവരവാണ്. ഘർ എന്ന് പറയുന്നത് നമ്മളൊരു ഹിന്ദി വേർഡാണ് ഘർ വാപ്പസി.
ഘർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വീടെന്ന് പറയുന്നത് ഒരു കുടുംബം ചേരുമ്പോൾ, ഒരു ലൈഫ്, കുറേ ജീവിതങ്ങൾ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ഫാമിലി, ഒരു വീടുണ്ടാകുന്നത്. ആ ജീവിതത്തിലേക്കുള്ള, സ്വന്തം ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയവർ, അല്ലെങ്കിൽ ഒരു വിധത്തിൽ അവർക്ക് ജീവിതം നഷ്ടപ്പെട്ടവർ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരുവിനെയാണ് നമ്മൾ ഘർ വാപ്പസി എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കുടുംബത്തിലേക്ക് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മറ്റൊരു മീനിങ് ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവ്. കൂടാതെ രചനയും ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നത് റാം ഭാർത്തൻ തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സംവിധാനം, രചന, അതുപോലെ ഛായാഗ്രഹണം 3 നിർവഹിച്ചിരിക്കുന്ന ഒരാൾ തന്നെയാണ്. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അല്ല, അതിലെ ഒരു ചെറിയ ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് TN ഷാജിമോനാണ്. അതിൻ്റെ കഥയും തിരക്കഥ സംഭാഷണമെല്ലാം TN ഷാജിമോനാണ്. ഞാൻ ഛായാഗ്രഹണം, സംവിധാനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് കൂട്ടായ്മയിൽ നിന്നുമാണ് ഇങ്ങനൊരു ഫിലിം തന്നെ ഉണ്ടാകുന്നത്. ഓരോരുത്തരും ഞങ്ങൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും സിനിമയോട് താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോരോ മേഖലയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റൈറ്റർ ഇങ്ങനൊരു സബ്ജക്റ്റ് പറയുകയും ആ സബ്ജക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും, എന്നാൽ വളരെയധികം ക്രൂ മെമ്പേഴ്സ് കട്ട് ചെയ്ത് കുറച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രതലത്തിൽ നിന്ന് അതിൽ തന്നെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ലൊക്കേഷനാണ്. മൊത്തം 3 കഥാപാത്രങ്ങൾ. ഏറ്റവും അനുയോജ്യമായി വന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ബാക്കിയെല്ലാം വന്നു ചേരുകയായിരുന്നു. അതിലേക്ക് കഥാപാത്രങ്ങളെല്ലാം വന്നു ചേരുക തന്നെയായിരുന്നു. അതുപോലെ റാമിനെ പറ്റി പറയുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്ക് രാമലീലയാന്ന് തോന്നുന്നു. അതിൻ്റെ റിലീസിംഗ് ആണെങ്കിലും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? അല്ല, ഇത് നമ്മുടെ തൊഴിലാണ്, നമ്മുടെ ജീവിതമാർഗമാണ്. അതിന് ഇതുമായിട്ടുള്ള ബന്ധങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വേറൊരു ഹിന്ദി മൂവി ആയിരുന്നു കഴിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതിലേക്കുള്ള ഇത് വന്നതും. നമ്മൾ അടുത്ത ഫിലിമിൻ്റെയും മറ്റ് കാര്യങ്ങളിലുമുള്ള പ്ലാനിങ്ങിലാണ്, അതിൻ്റെ എഴുത്തിലാണ്. ഓക്കെ, അപ്പോൾ പറയുകയാണ് ഈ ഘർ വാപ്പസി എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷൻസ് ആണെങ്കിലും തെരുവോരങ്ങളൊക്കെ ചിത്രീകരിക്കേണ്ടതും അതുപോലെ തന്നെ അവരുടെ കഥ പറയുന്ന ചിത്രങ്ങളായതുകൊണ്ട് നിരവധി ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും മേക്ക് ഓവർ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ചിത്രീകരണവും എത്ര ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് ഒക്കെ പൂർത്തീകരിച്ചത്? ഇത് ആക്ച്വലി ഞങ്ങളിത് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് എറണാകുളം അല്ലെങ്കിൽ ഒരു മെയിൻ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ് ആദ്യമേ പ്ലാൻ ചെയ്തത്. അപ്പോൾ കഥയുടെ ഒരു മുന്നോട്ടുള്ള പോക്കനുസരിച്ചിട്ട് ഞങ്ങൾക്ക് തോന്നി ഇത് അതിനേക്കാളും കുറച്ചുകൂടെ, കാരണം മറ്റു വിഷ്വലുകൾ കയറി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ശ്രദ്ധ മാറും. ഈ കഥയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ലോൺലി പ്ലേസ് അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് വാഗമൺ. അപ്പോൾ വാഗമൺ കുറച്ചുകൂടെ ഈ കഥയുമായി കൂടുതൽ ഇടപഴകുകയും ചെയ്തു. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും ആ ഒരു ചെറിയ ഒരു മിസ്റ്റി ഫീലിങ്ങും ഒക്കെ ഈ കഥയിൽ വളരെയധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ രചന നിർവഹിച്ചിരിക്കുന്നത് പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ക്രൂ മെമ്പേഴ്സ് കുറച്ച് ഏകദേശം ഞങ്ങളൊരു 6-7 പേരെ മൊത്തമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആർട്ടിസ്റ്റ് ഉൾപ്പെടെ 7 പേരെ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 3-4 ദിവസം ഫുൾ ഇത് ഷൂട്ട് ചെയ്തു. നൈറ്റില്ല, ഡേ മാത്രം ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു ഫിലിമാണ്. ഘർ വാപ്പസിയുടെ തിരക്കഥ തയ്യാറാക്കുന്നത് TN ഷാജിമോനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് സിനിമയിലും ലസാഗു ഉസാഗ എന്ന് പറഞ്ഞ സിനിമയിലും തിരക്കഥ നിർവഹിച്ചിരിക്കുന്ന ആളാണ്. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഉള്ളൊരു ആ വർക്ക് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരക്കഥ തന്നെ തയ്യാറാക്കാൻ റെഡിയായത്? ഞാനും ഷാജിമോനും ഏകദേശം 10 വർഷത്തെ എക്സ്പീരിയൻസ് പരിചയമുള്ള ഒരു ആളാണ്. പുള്ളിയും സിനിമാ മേഖലയിലും സീരിയൽ മേഖലകളിലും ഈ ഷോർട്ട് ഫിലിം ധാരാളം എഴുതിയിട്ടുള്ള ആളാണ്. പുള്ളിയുടെ തന്നെ ഉരിയാട്ടം എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്, അതിൻ്റെ ക്യാമറ ഞാൻ ചെയ്തിരുന്നു. മൺചട്ടി എന്ന് പറയുന്ന ഇതെല്ലാം ഒരുപാട് അവാർഡുകൾ നേടിയ ഷോർട്ട് ഫിലിംസാണ്. പിന്നെ പുള്ളിയുടെ ഇറങ്ങാനുള്ള ഫിലിമാണ് ഈ ലസാഗു.
ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നതും എനിക്ക് പറയാൻ പറ്റുന്നതും എല്ലാം ഞങ്ങൾക്ക് പരസ്പരം വളരെയധികം മനസ്സിലാക്കി എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഒരു പോളിസി ഞങ്ങൾ തമ്മിലുണ്ട്. ആ ഒരു കെമിസ്ട്രി തന്നെ ആയിരിക്കാം ഇതിൽ വർക്കൗട്ട് ആയതും ഞങ്ങൾക്ക് നേരത്തെ ചെയ്തിരുന്ന ചെറിയ ചെറിയ ഫിലിംസിലും വർക്ക് ചെയ്തതും. ഇനി മുന്നോട്ടുള്ള പ്രോഗ്രാംസ് ഞങ്ങൾ എഴുത്തിലാണ്. ഉടനെ തന്നെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചലച്ചിത്രമേളകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഘർ വാപസി എന്ന ഹ്രസ്വ ചിത്രം തയ്യാറാക്കിയത്. അപ്പോൾ ഇനി വരാനുള്ള ഫ്യൂച്ചർ പ്ലാനുകളിലും ഇതുപോലെ ചലച്ചിത്രമേളയെ ലക്ഷ്യമിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്ന തരത്തിലുള്ള സിനിമകളായിരിക്കുമോ വരിക? അല്ല, ഒരിക്കലും മേളകൾ മാത്രമല്ല. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ പറയാറുള്ളത് പോലെ ഇപ്പോൾ അതില്ല എന്ന് കേൾക്കാം എങ്കിൽ പോലും കൊമേഴ്ഷ്യൽ സക്സസ് മൂവീസും ഫെസ്റ്റിവലുകളെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസും എല്ലാ രീതിയിലുള്ള ഫിലിംസും നമുക്ക് എടുക്കാം. ഇപ്പോൾ പറയാൻ പറ്റുന്ന മെസ്സേജുകൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ, കാരണം ഈ ഹ്രസ്വ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഫണ്ട് കണ്ടെത്താനുള്ള വളരെയധികം പോരായ്മകളുണ്ട്. അതെല്ലാം വെച്ച് വരികയാണെങ്കിൽ ഇനിയും നമ്മൾ ഇതേപോലുള്ള ഫിലിംസും അതല്ലാതെ തന്നെയുള്ള ഫിലിംസുകളും നമ്മൾ പ്ലാൻ ചെയ്യും. ഒരു ഫെസ്റ്റിവൽ മാത്രമല്ല നമ്മൾ എയിം ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള മൂവീസും എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന മൂവീസും നമ്മൾ പ്ലാൻ ചെയ്തു. ഇതാണിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് വന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റും പിന്നെ വളരെയധികം ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ഇതായതുകൊണ്ട് ഇത് ഫസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഘർ വാപസി എന്ന ഹ്രസ്വ ചിത്രത്തിൻ്റെ സംവിധായകൻ റാം ഭാരതനാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്ന് ഇനി കേൾക്കാം. എനിക്ക് ഈ ഒരു ഫിലിമിലൂടെ പറഞ്ഞ മെസ്സേജ് തന്നെയാണ്, ആരെയും ചൂഷണം ചെയ്യാതിരിക്കുക, ആർക്കും ബുദ്ധിമുട്ട്, പരസ്പരം മാക്സിമം സഹായിക്കുക. നമ്മുടെ ചുറ്റും ഒരുപാട് ജീവിതങ്ങൾ, നമ്മൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഈ ജീവിതങ്ങളെ പരസ്പരം സഹായിച്ച് വളരെയധികം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നമുക്ക് നന്നായി ഒരു സുന്ദരപരമായ ഒരു ജീവിതം എല്ലാവർക്കും പരസ്പരം കൊണ്ടുപോകാൻ പറ്റും. ആരെയും പരസ്പരം ഉപദ്രവിക്കാതിരിക്കുക, എല്ലാവരെയും സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും നല്ലൊരു ഭാവി തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും നേരം മോർണിംഗ് റിപ്പോർട്ടറിന് വേണ്ടി സമയം ചിലവഴിച്ച റാം ഭാരതന് ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഇതുപോലെ ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.